ഹലോ ഗായ്സ്, എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്തെല്ലാം ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പവും തക്കാളി ഉള്ളിയും കറിയാണ് കേട്ടോ, പിന്നെ കൂടെ കട്ടനും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏത് ബ്രേക്ക്ഫാസ്റ്റാണ് കൂടുതൽ ഉണ്ടാക്കുന്ന ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ദോശയും സാമ്പാറും ദോശയും ചമ്മന്തിയൊക്കെയാണ് കേട്ടോ കൂടുതലിഷ്ടം. അപ്പോൾ ഇനി ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇനി ഒരുപാട് ജോലികളൊക്കെ ഉണ്ട്. കടയിലൊക്കെ പോകാൻ വേണ്ടിയൊക്കെ അമ്മ റെഡിയാവുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഡേ മൈ ലൈഫ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ഉച്ചയ്ക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ പോകാൻ കേട്ടോ. മീൻ ചിരിക്കണോണ്ട് എനിക്ക് ചിരി വരണം. അപ്പോൾ മീനിന് പനിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ നടന്ന് പോകണം, അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കടയിലെത്തി. കുറച്ച് വെജിറ്റബിൾസ് മേടിക്കണമായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഒരു ഹോൾസെയിൽ കടയിൽ നിന്ന് മിനറൽ വാട്ടറും സിഗരറ്റൊക്കെ മേടിക്കണമാണ് കേട്ടോ. അങ്ങനെ മേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് തിരുവല്ലത്തുള്ളൊരു വെജിറ്റബിൾ ഷോപ്പാണ് കേട്ടോ. വെജിറ്റബിൾ ഷോപ്പിൻ്റെ അടുത്തൊരു കുഞ്ഞു കടയുണ്ട് കേട്ടോ. അതായത് ഈ അടുപ്പ് പിന്നെ കലങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു കടയാണ് കേട്ടോ ഇത്. സാധനമൊക്കെ മേടിച്ച് വേറൊരാളെ കൊടുത്തയച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഒരു അമ്മമായിട്ട് നല്ല ബ്രാഞ്ചിൽ നിന്നൊരു അമ്മമ്മ വഴി അരിവിലിരുന്ന് ഈ വെള്ളരിക്കയും കാന്താരി മുളകൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്മമ്മേരെ കയ്യിൽ നിന്ന് ഒരു വെള്ളരിക്ക മേടിച്ചിട്ടുണ്ട്. ഈ വെള്ളരിക്ക ഞാൻ മേടിച്ചിട്ടുള്ള വെള്ളരിക്ക എത്ര രൂപയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രം കേട്ടോ, അയ്യപ്പ ക്ഷേത്രമാണേ. കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ പോയിട്ട് വന്ന് കുളിച്ചു. അപ്പോൾ രാവിലെ കുളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കാണ് കുളിച്ചു. അപ്പോൾ ഇനി കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ജോലികൾ ചെയ്യും മുമ്പേ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചിട്ട് വന്നതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. വരും കടയിലൊക്കെ പോയിട്ട് വന്ന് എന്തൊക്കെയാണ് മേടിച്ചെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പേ ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഫ്രണ്ട് ഞങ്ങൾക്ക് ക്രിസ്മസ് ആയിട്ട് 2 പേഴ്സൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവൻ ഞങ്ങൾക്ക് 2 പേർക്കും പേഴ്സൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇതിലേത് പേഴ്സാണ് കൊള്ളാമെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, പുതിയ പേഴ്സിൻ്റെ ഒരു പ്രത്യേക മണമാണല്ലേ. ഇനി എന്തൊക്കെ മേടിച്ചെന്ന് കാണിച്ചു തരാം. ലിപ്സ്റ്റിക്കാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ഒരു എന്താ പറയണ്ട, ഒരു വെറൈറ്റി ഒരു മോഡലല്ലേ. അതായത് ലിപ്സ്റ്റിക്കല്ല, ഈ ലിപ്സ്റ്റിക്കിൻ്റെ കണ്ടില്ലേ പുറത്തുള്ളൊരു ഡെക്കറേഷൻ കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതിൽ ലിപ്സ്റ്റിക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ, നല്ല രസമുണ്ട് കാണാൻ. ഇതൊരു മെറൂൺ കളറാണ് കേട്ടോ, മെറൂൺ കളർ ഷെയ്ഡാണ് ലിപ്സ്റ്റിക്ക്. ക്യൂടെക്സ്. പിന്നെ ഇത് ലിപ്സ്റ്റിക് ലിക്വിഡാണ് കേട്ടോ. അതായത് ഇത് ഭയങ്കര ഒരു ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ കളറാണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ലിക്വിഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കമ്മൽ കൊള്ളാമോ. ഇത് കൊറിയൻകാരുടെ സ്റ്റൈൽ കമ്മലാണ് കേട്ടോ, മോഡൽ. അതായത് കൊറിയൻകാരാണ് കൂടുതൽ ഈ മോഡലിലുള്ള കമ്മൽ യൂസ് ചെയ്യാറ്. കൊള്ളാമോ. 2 ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മൂക്കുത്തി. അപ്പോൾ ഇത്രയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് അതായത് കടയിലത്തേക്ക് മിനറൽ വാട്ടറും കുറച്ച് സിഗരറ്റൊക്കെ മേടിക്കാൻ പോയിരുന്നു. അപ്പോൾ വേറൊരാളെ കൊടുത്തയച്ചു, ഒരു കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്നിട്ട് കുളിച്ച് കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചിട്ടൊന്ന് സാധനം ഒന്ന് കാണിച്ചു തരാണ്. ഇനി ഫുഡ് കഴിക്കണം, മുറ്റം തൂക്കണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം, പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനൊക്കെ ഉണ്ട്. പിന്നെന്താ കുറച്ച് പാക്ക് ഇട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. നല്ല വെയിലത്താണ് പോയിട്ട് വന്നത്. ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴാണ് കടയിൽ സാധനം മേടിക്കാൻ പോയിട്ട് വന്നത്. അപ്പോൾ നല്ല വെയിലൊക്കെ അടിച്ചിട്ടുണ്ട്, നല്ല സൺ ടാനൊക്കെ മുഖത്തടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. ഉച്ചത്തെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ചോറും പിന്നെ അതുപോലെ തന്നെ മരിച്ചിനി കറി വെച്ചായിരുന്നു, പിന്നെ മീൻ കറി വെക്കണം, പിന്നെ അതുപോലെ തന്നെ
എന്തെങ്കിലും ഒരു തോരനും വെക്കണം. അപ്പോൾ ചോറ് മരിച്ചിട്ട് മാത്രമേ വെച്ചോളൂ, ഇനി വെക്കണതേ ഉള്ളൂ. നമ്മുടെ ബെഡ്റൂം, അമ്മയുടെയും എൻ്റെയും നീനുവിൻ്റെ ബെഡ്റൂമാണ് ഗൈസ്. ഇത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ ടെഡി ബിയർ. പിന്നെ 2 ബാഗ് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ നേരത്തെയൊക്കെ. ഇതാണ് കേട്ടോ. ഈ കട്ടിൽ ഞാനും നീനും കിടക്കും, ഈ കട്ടിൽ അമ്മ കിടക്കും. അപ്പൊ ഇതാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ ഒന്നും സെറ്റ് ചെയ്തില്ല കേട്ടോ, സെറ്റ് ചെയ്യണം, സമയമുണ്ടല്ലോ. ടേബിളിൽ ഷീറ്റ് വിരിച്ചിട്ടില്ല, അത് കഴുകിയിട്ടേക്കാണ് കേട്ടോ. പിന്നെ അതുമല്ല കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. ഇത് കുറച്ച് തുണികളൊക്കെ കഴുകാനുള്ള സൈഡിലൊരു ബോക്സിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഡൈനിങ് ടേബിൾ. കുറച്ചുകൂടെ ഉണങ്ങിയാൽ മതി കേട്ടോ, ഭയങ്കര വെയിലാണ്, ഡയറക്റ്റായിട്ട് വെയിലടിക്കും. മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഒരുപാട് മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിൽ നല്ല രീതിയിൽ അടിക്കും. അപ്പോൾ തുണികളൊക്കെ നല്ല രീതിയിൽ നരച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം ഉണങ്ങിയതിന് ശേഷം ഇവിടെ കൊണ്ടിട്ടേക്കാണ് കേട്ടോ കസാരയിൽ. കുറച്ച് ഫോട്ടോസും വീടേയും ചേക്കയുടെയൊക്കെ ഫോട്ടോസും പിന്നെ യേശുപ്പച്ചൻ്റെ ഫോട്ടോസ്, പിന്നെ ഒരു ബാഗ് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫാദർ. പ്രത്യേകിച്ച് ഇനി ജോലി അകത്തില്ല, തുണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെയൊക്കെ കുറച്ച് മാറാലൊക്കെ അടിക്കണം, പിന്നെ ഷീറ്റ് ടേബിളിൽ വിരിക്കണം, കുറച്ച് ഫുഡ് അടിക്കണം, പിന്നെ മുറ്റം തൂക്കണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം, കടയിൽ പോകണം, അതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ്, മേരി ഗോൾഡ്. അയ്യോ സോറി മേരി ലൈറ്റ്, മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ. സോറി, മേരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റും ചൂടുവെള്ളം കുടിക്കാൻ. എന്നിട്ട് കുറച്ച് മാറാലൊക്കെ അടിക്കണം. പിന്നെ ഈ ടേബിൾ കുറച്ച് ഉറുമ്പൊടിയൊക്കെ ഇടണം കേട്ടോ, ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യം. പിന്നെന്താ, മുറ്റ അടിക്കണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം, കുറച്ച് ഫുഡ് കഴിക്കണം. ടേബിളിലോട്ട് കുറച്ച് ഉറുമ്പൊടിയിടാം, ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് കേട്ടോ, ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യം. ടേബിളിൽ ഇങ്ങനെ ഇട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വെള്ളം വെച്ച് കഴുകി കളഞ്ഞാൽ മതിയൊക്കെ. ഇതിന്റെ കാല് 4 സൈഡിൽ പോയി. ചോറ്, ഉള്ളിത്തോരൻ, മരിച്ചിനിക്കറി, കൊഴിയാള മീൻകറി, വെള്ളം. അപ്പം
കൊച്ചുള്ളിത്തോര ഇങ്ങനെ എടുക്കുക, കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക, കുറച്ച് പൊടിയിളം മീൻ ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ കൊച്ചുള്ളി തോരൻ വെക്കുന്ന പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പാക്ക് ഇടാന്ന് വിചാരിച്ചു കേട്ടോ. വേറെ ഒന്നുമില്ല, നമ്മുടെ തൈര് കൊണ്ട് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. കുറച്ചൊരു മുറ്റ അടിക്കണം, ചെടിക്ക് വെള്ളം ഒഴിക്കണം. വഴുതന ഇത്രയും തൈ കേട്ടോ, വലുതായിട്ടുണ്ട്. തൈ ഇത്രയും വലുതായിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചീനി അമരിക്ക തൈയാണ് കേട്ടോ. ഗ്രോ ബാഗിലാക്കിയിട്ടുള്ള ചീനി അമരിക്ക ഏകദേശം ഒരു 2-3 വെച്ചാണ് നമ്മൾ നട്ടിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ സാധാ മുളക്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സവാളയും വെളുത്തുള്ളിയും പിന്നെ കൊച്ചുള്ളിയാണ്. ഇത് മുളകാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചീരക്കുട്ടപ്പന്മാരിവിടെ നല്ല സെറ്റായിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയും വളർച്ചെത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഗ്രോ ബാഗുകളിൽ ഇത് 10 മണിയുടെ ഒരു മോഡൽ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരറിയത്തില്ല. ഇതൊരു ഉള്ളിപ്പൂവ്, ഫ്ലവർ വരണത് തന്നെ കേട്ടോ. ഇത് നമ്മുടെ തക്കാളി ചെടിയാണ്. പിന്നെ ഇത് നമ്മുടെ ലെമൺ. പിന്നെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുരിങ്ങക്കുട്ടപ്പൻ, എന്നെയും കാട്ടി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കുട്ടപ്പൻ കേട്ടോ. പിന്നെ അടിക്കട്ടെ കുറച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു ചെമ്പരത്തി പൂവിൻ്റെ ഒരു മോഡലാണ് കേട്ടോ. ഇതിൽ വിത്ത് കാണിച്ചു തരാം. ഇതിലൊന്നുമില്ലായിരുന്നു. കണ്ടോ കണ്ടോ? ഇത് ഏകദേശം ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ എൻ്റെ ഫ്ലവർ രാവിലെ വിരിഞ്ഞ ഫ്ലവറാണ് കേട്ടോ. നല്ല രീതിയിൽ ചെമ്പരത്തി പോലെ വിരിഞ്ഞതാണ്. എൻ്റെ ഇപ്പോൾ കണ്ടോ, ഇങ്ങനെയായി. ഉച്ച ഭയങ്കര വെയിലായിരുന്നു ഉച്ചയ്ക്ക്, അതുകൊണ്ട് ചെടികളൊക്കെ വാടിയിരിക്കുന്നു ഗൈസ്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവറൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഫ്ലവറൊക്കെ ഉണ്ട്. ഓ ഒരു റയർ കളർ കാണണ്ടേ, റോസാപ്പൂ കണ്ടേ? കണ്ടില്ലേ? ഇതിൻ്റെ ഫ്ലവറിൻ്റെ പേരറിയില്ല. ഇതിൽ തന്നെ പല കളർ അവിടെ നിൽപ്പുണ്ട്. നേരത്തെ കാണിച്ചതിൽ കുറേ പാടുപെട്ടാൽ മതി പൊടിച്ചെടുക്കാൻ. ഇത് കോളാമ്പിയുടെ വൈറ്റ് ഉണ്ട്,
ചെടികളാണെന്ന് അറിയത്തില്ല. കടലാസ് പൂവുണ്ടോ, ഹൈറ്റ് ഇല്ലാത്ത കടലാസ് പൂ. പിന്നെ ഇത് നല്ലൊരു ഫ്ലവർ കേട്ടോ, കളർ കണ്ടോ, ചെമ്പരത്തി ഉണ്ടല്ലേ, ഈ ഒരു പ്രായത്തിൽ മുട്ടൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇത് തെറ്റിയാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, വെള്ളം ഒഴിക്കാൻ കൂടെ വഴുതനയാണ് കേട്ടോ. ഈ സൈഡ് ഇരിക്കുന്ന അത്രയും പച്ചവളമാണ്. ചീനിയെടുത്തിട്ട് ഫോൺ ചെയ്തേട്ടോ. അപ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് ഉണ്ടാകും ആണോ? ഡ്രാഗൺ ഫ്രൂട്ട് പൊങ്ങിയില്ല. ഇത് ഇതെന്താണ്, പുതിനയാണ് കേട്ടോ. നമ്മൾ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കടയിൽ പോയി ഇറങ്ങണം. ഒരു ചെറിയ ടൈം ലൈഫാണ് കേട്ടോ, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഉള്ള രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കടയിൽ പോയി ഇറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കടയിൽ പോയി കൂടെ ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരമൊക്കെ കഴിച്ചു വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം.